ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ എണീച്ച് കർട്ടൻസ് എല്ലാം ഒന്ന് തുറന്ന് ഒരു ഫ്രഷ് എയറൊക്കെ അകത്തേക്ക് കയറ്റിയിട്ടാകുമ്പം ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള പരിപാടികൾ നോക്കി. ഇതിപ്പം മീൻകറിയിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി, ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ചട്ടിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് തക്കാളി നല്ലോണം വാടി വരുന്നവരെ നമുക്കിതൊന്ന് പൊത്തി വെക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലോണം ഉടച്ചു കൊടുക്കുക. നമ്മൾ ആ കയ്യിലോടെ തന്നെ നല്ലോണം തക്കാളി ഉള്ളിയെല്ലാം ഉടച്ചിട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഇതിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. കുറച്ച് ഇതിൽ ഉള്ളി തക്കാളിയൊക്കെ ഇതുപോലെ വഴറ്റിയെടുക്കുക ചെയ്തത് പൊത്തി വെച്ചിട്ട്. പിന്നെ അതൊന്ന് പൊത്തി വെക്കുക, കുറച്ചും കൂടി ഒന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് പച്ചക്കായ്, ഉള്ളി, പച്ചമുളക്, തേങ്ങ, മഞ്ഞൾ ഇത് വറവാക്കാൻ വേണ്ടിയിട്ട്, ഉച്ചക്കത്തെ വറവാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് പച്ചക്കായെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോളം പൊത്തി വെക്കാം. ആ സമയം കൊണ്ട് മീൻകറിക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് വരുന്നവരെ തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പത്തിലാണ്. ഉച്ചക്കത്തെ കറി മീൻകറി, രാവിലത്തെ മീൻകറിയുടെ ഉച്ചക്കും കൂട്ടൽ. അങ്ങനെ പത്തിലും ചുട്ട് കാസറോളിലിട്ട് വെച്ചു. അതിന് ശേഷം ഉച്ചക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ചേന പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുളക്, മഞ്ഞൾ, ഉപ്പ്, ജീരകം ഇതെല്ലാം ഇട്ടിട്ട് നല്ല വെളിച്ചെണ്ണയിൽ നല്ല പൊരിച്ചെടുക്കാം. നല്ല ചേന പൊരിച്ച. പിന്നെ കറിവേപ്പില എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ മുറ്റത്ത് പോയിട്ട് കറിവേപ്പിലെല്ലാം പറിച്ച് ആ സമയം കൊണ്ടൊന്ന് വെറുതെ തോടിൻ്റെ അവസ്ഥ നോക്കിയത്. നമ്മളെ ബാക്കിലെ തോടിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. മഴ പെയ്തിട്ടാകുമ്പം അങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടാകുമ്പം ചേന നല്ലോണം പൊരിക്കാൻ വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ കാച്ചുന്നത് വറവിനേക്ക് കാച്ചുന്നതാണ് കേട്ടോ. കാണുന്നത് വെളിച്ചെണ്ണയും കറിവേപ്പിലും ഇട്ടിട്ട് കുറച്ച് ജീരകവും കടുകെല്ലാം ഇട്ടിട്ടാകുമ്പോൾ ഒന്ന് പൊടിച്ചെടുക്കാം. നേരത്തെ നമ്മൾ വറവിലേക്ക് ആക്കിയിട്ടില്ലേ, ഇതാ തേങ്ങയും പച്ചക്കായയിലുള്ള അതിലേക്ക് കാച്ചൊഴിച്ചാൽ നല്ല കിടിലൻ വറവായി. അങ്ങനെ മീൻകറിയിലേക്ക് വേണ്ടിയിട്ടുള്ള മീനെല്ലാം കഴുകി വെച്ച് നേരത്തെ മുളകിൻ്റെ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ടായിന്. അതിലേക്ക് മീനിട്ട് കൊടുത്ത് നമ്മളെ ചേന പൊരിച്ചും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്കത്തേക്കില്ലേ രാവിലത്തേക്കുള്ളതുമായി. കറിയിൽ കഷ്ണം മാങ്ങ ഇട്ട് കൊടുക്കുക. കറി കാച്ചാനായിട്ട് വെളിച്ചെണ്ണയും കടുകും എല്ലാവർക്കും അറിയുന്ന പോലെ ആസ് യൂഷ്വൽ കാച്ചാനുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിലും മീൻകറിയും, ഉച്ചക്ക് നല്ല ചോറും മീൻകറിയും വറവും ചേന പൊരിച്ചും കൂടി നല്ലോണം കഴിച്ച് ഈ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല. സോ പാലൊന്ന് തിളച്ചിട്ടാകുമ്പോൾ ബൂസ്റ്റും പാലും കോഫിയൊക്കെ കൂട്ടിയിട്ടൊരു കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ചക്കത്തിലെ പ്രധാന കാര്യം വെച്ചിട്ടില്ല, ചോറ്. അങ്ങനെ ചോറിനൊരു അരനാഴി ചോറിൻ്റെ അരിയിട്ട് ഒന്ന് കഴുകിയിട്ടാകുമ്പം ഞാൻ അധികവും ഭക്ഷണങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യൽ നമ്മുടെ മൺചട്ടിയിലാണ് കേട്ടോ. മൺചട്ടിയിൽ വെക്കുന്നത് ഏറ്റവും നല്ല ഹെൽത്തിന് നല്ലൊരു ഓക്സിഡൈസ്ഡ് ആയിട്ട് നമ്മൾക്ക് കിട്ടും. സോ അങ്ങനെ ചോറ് തിളച്ച വെള്ളത്തിൽ ചോറിൻ്റെ അരി ഇട്ട് കൊടുത്ത് അത് തിളക്കുന്ന നേരം കൊണ്ട് ബാക്കി എല്ലാ സമയങ്ങളും ചെയ്ത് ഡ്രസ്സ് മടക്കാനിട്ട് അതുപോലെ അവ അടിച്ചു വാരാനുണ്ടായി. അങ്ങനെ അവ അടിച്ചു വാരി ഏകദേശം ഒരു പണി പകുതിയോളം കഴിഞ്ഞു. അങ്ങനെ ചോറ് ഇതാ നല്ല വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അത് നമുക്ക് വാർക്കാനെടുക്കാം.
ആഴ്ചയിലെപ്പോഴും ഒപ്പാറുണ്ട്. സോ ഇത് നിങ്ങൾ ഒപ്പുന്നതാണ് കാണുന്നത്. ഒപ്പിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് വീട് ഫുള്ളും നല്ല ഊതൊക്കെ കത്തിച്ച് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇതാക്കും. അതിന് ഉച്ചക്കത്തെ ചോറ് ഇതാ കുളിച്ച് റെഡിയെല്ലാം ആക്കിയിട്ട് ചോറ് വയ്ക്കുന്നത്. ചോറ്, മീൻകറി, വറവ്, അതുപോലെ തന്നെ ചേന പൊരിച്ചത്. കൂടുതൽ നമ്മൾ മട്ട റൈസാണ് കേട്ടോ വെക്കൽ. അതാകുമ്പോൾ കറിയിലായിട്ടൊന്ന് കുഴഞ്ഞ് വരും, കഴിക്കാൻ തന്നെ ഒരു രസമുണ്ടാവും. പിന്നെ കുറച്ച് കടലക്കച്ചൊക്കെ കഴിച്ചു. ഇതാണ് ഇന്നത്തെ വീഡിയോ, ടുഡേയ്സ് ഡേ ഇൻ മൈ ലൈഫ്. ഫോർ മോർ വീഡിയോസ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കൂടി നക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.